Today I am going to explain cost and revenue. So what are different types of cost? Then what is revenue? Then two more important topics in this chapter, that is shutdown point and break-even point. So these are the topics that we discuss today. First of all, what is cost? Cost is the expenditure incurred by a firm in the production of a commodity. So how much money spent by the producer to produce something? So he has to spend for various purposes. He has to purchase raw materials. He has to pay for wages, pay as wages, laborers pay cheyanam, electricity charges. So many expenses are there. So that is cost. It is the expenditure incurred by a firm in the production of a commodity. Then there are different cost concepts. First one is explicit cost and implicit cost. So what is explicit cost? Explicit cost is the expenses actually met by the producer while producing a commodity. When a producer is producing a commodity, what is the actual expense of the producer? So such expenses or such items will be recorded in the accounts register. അപ്പോൾ നമ്മൾ ആക്ച്വലായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റത്തിന് വേണ്ടി പണം ചെലവാക്കുമ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസർ വിൽ റൈറ്റ് ദാറ്റ് ഐറ്റം ഇൻ ദി അക്കൗണ്ട്സ് രജിസ്റ്റർ. അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. സോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വിൽ ബി റെക്കോർഡഡ്. Then what is implicit cost? Implicit cost is the opportunity cost of the factor services supplied by the organization itself. അതായത് suppose a producer, he himself act as the manager of that business. ഇപ്പം അയാളുടെ ബിസിനസ്സിൽ അയാൾ തന്നെ അതിൻ്റെ മാനേജർ ആണെന്ന് വിചാരിക്കുക. So he is supplying his own service to his firm. So what is the value? What is the opportunity cost? അതായത് ഈ പ്രൊഡ്യൂസർ ഇയാളുടെ തന്നെ ഫേമിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്താൽ വാട്ട് ഈസ് ഹിസ് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി? ആ ഓൾട്ടർനേറ്റീവ് അവിടെ പോയി ജോലി ചെയ്താൽ ഇയാൾക്ക് എത്ര സാലറി കിട്ടും? യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിലും അത് കിട്ടാൻ എലിജിബിൾ ആണ്. സോ whatever services are provided by the owner of a business to his firm, the opportunity cost, or simply you can say the value of such services, are called implicit cost. Then another thing, this implicit cost will not be recorded. ഇപ്പം നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മളാണ് ആ ബിസിനസ് നടത്തുന്നതെങ്കിൽ നമ്മൾ എൻ്റെ സാലറി എന്ന് പറഞ്ഞ് നമ്മൾ ആ അക്കൗണ്ട്സ് രജിസ്റ്ററിൽ എഴുതാറില്ല. ഓർ ഇപ്പോൾ സപ്പോസ് അവർ ബിസിനസ് ഈസ് അക്കോമഡേറ്റഡ് ഇൻ അവർ ഓൺ ഹൗസ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ 2 റൂമാണ് നമ്മുടെ ഓഫീസായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. വി വിൽ നോട്ട് റൈറ്റ് ആൻ ഐറ്റം ലൈക്ക് റെന്റ് ഓഫ് മൈ ഹൗസ് എന്ന് പറഞ്ഞൊരു ഐറ്റം എഴുതാറില്ല. അപ്പോൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ദിസ് കൈൻഡ് ഓഫ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് റെക്കോർഡഡ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യും, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടില്ല. ദെൻ വാട്ട് ഈസ് റിയൽ കോസ്റ്റ്? റിയൽ കോസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ദിസ് ഈസ് ദി ആക്ച്വൽ പെയിൻ ആൻഡ് സഫറിങ് ഇൻവോൾവ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ സപ്പോസ് വെൻ എ വർക്കർ ഈസ് വർക്കിംഗ് ഇൻ എ ഫേം, വാട്ട് ഈസ് ഹിസ് ആക്ച്വൽ പെയിൻ ആൻഡ് സഫറിങ്? ഓഫ് കോഴ്സ് ഹി ഈസ് ഗെറ്റിംഗ് സാലറി. ഈ എല്ലാവരെയും സംബന്ധിച്ചോളം ഈ പെയിൻ ആൻഡ് സഫറിങ് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ചിലർക്കത് കൂടുതലാണ്. ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ചിലർക്ക് കൂടുതലായിരിക്കാം, ചിലർക്ക് കുറവായിരിക്കാം. So what is the actual pain and suffering in the production of a commodity? അതാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ റിയൽ കോസ്റ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇക്കണോമിക് കൺസെപ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസെപ്റ്റ്. റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം എക്കണോമിക്സിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദെൻ അക്കൗണ്ടിങ് കോസ്റ്റ്. അക്കൗണ്ടിങ് കോസ്റ്റ് ഈസ് ദി മണി കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ആക്ച്വലി ദിസ് അക്കൗണ്ടിങ് കോസ്റ്റ് ഈസ് സെയിം ആസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എല്ലാം അക്കൗണ്ട്സ് രജിസ്റ്ററിൽ എഴുതും. അപ്പോൾ അത് തന്നെയാണ് ഈ അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, റെക്കോർഡ് ചെയ്യപ്പെടുന്ന കോസ്റ്റ്.
Then another important concept is social cost. See, actually this is one of the course objective of our subject IEFT. So you have to understand the social cost of production. അതൊരു കോഴ്സ് ഒബ്ജക്റ്റീവ് ആണ്. So what is social cost? The social cost is the sum of private cost and external cost. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഷ്യൽ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദി സം ഓഫ് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ കോസ്റ്റ്. പലപ്പോഴും എക്സാമിന് കുട്ടികൾ പല തെറ്റായ ആൻസേഴ്സും സോഷ്യൽ കോസ്റ്റിന് എഴുതുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് സോഷ്യൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദി സം ഓഫ് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ കോസ്റ്റ്. Then you may understand what is private cost and external cost. See, what is the cost actually met by the producer or incurred by the producer? ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ആക്ച്വലി പ്രൊഡ്യൂസർക്ക് ചെലവാകുന്നത് എന്താണ്? അതാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്റ്റേണൽ കോസ്റ്റ്? നമുക്കറിയാം, when a commodity is produced, that may cause damages to the environment. പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. ഇതൊക്കെ കൊണ്ട് എന്ത് സംഭവിക്കും? ബിക്കോസ് ഓഫ് ദിസ് പൊല്യൂഷൻ, പീപ്പിൾ ലിവിങ് ഇൻ ദി സറൗണ്ടിങ് ഏരിയാസ്, their health expense will increase. Who will pay for this health expense? Whether the society or the producer. പ്രൊഡ്യൂസർ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് ആ സഫർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അത് മീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ എൻവയോൺമെന്റൽ ഡാമേജസും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസും അതാണ് എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദി സം ഓഫ് ദിസ് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ കോസ്റ്റ് ഈസ് കോൾഡ് സോഷ്യൽ കോസ്റ്റ്. അതാണ് സോഷ്യൽ കോസ്റ്റ്. സോ വി ഹാവ് ടു കൺസിഡർ ഓൾവേസ് ദി സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൈവറ്റ് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഏതൊരു പ്രോജക്റ്റിൻ്റെയും സോഷ്യൽ കോസ്റ്റ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. സപ്പോസ് യു ആർ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്. ഇതൊരു മാർഷി പ്ലേസ് ആണെന്ന് വിചാരിക്കുക. ഒരു ചതുപ്പ് നിലത്ത് നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നു. ദർ ഓൾസോ സം എക്സ്റ്റേണൽ കോസ്റ്റ് ഈസ് ദർ. ഇപ്പോൾ അവിടെ ബിൽഡിംഗ് പണിയുമ്പോൾ എന്ത് പറ്റില്ല, അവിടുത്തെ ആ ഒരു ഈ മഴവെള്ളം വന്ന് തങ്ങി നിൽക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാതാവുന്നു. സോ ദാറ്റ് വിൽ അഫക്ട് ദി അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ. അപ്പോൾ ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ കിണറുകളിൽ വെള്ളം കിട്ടാതെ വരും. സോ ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആർ ദെയർ. അവിടെയുള്ള എക്കോ സിസ്റ്റത്തിനെ എല്ലാം അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ എക്സ്റ്റേണൽ കോസ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് സോഷ്യൽ കോസ്റ്റ്. ദെൻ വാട്ട് ആർ സോഷ്യൽ ബെനിഫിറ്റ്സ്? സോഷ്യൽ ബെനിഫിറ്റ്സ് നമുക്ക് സിലബസിലില്ല, എങ്കിലും പ്രൈവറ്റ് ബെനിഫിറ്റ് പ്ലസ് എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ് ആണ് സോഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി പ്രൊഡ്യൂസർ. അതാണ് പ്രൈവറ്റ് ബെനിഫിറ്റ്. Then what is external benefit? ഇപ്പോൾ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ some people will get employment opportunities. There will be more facilities in the society, or more goods will be available in the society. Sometimes the transportation facilities will improve. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ് ആണ്. സോ വാട്ട് ഈസ് സോഷ്യൽ ബെനിഫിറ്റ്? പ്രൈവറ്റ് ബെനിഫിറ്റ്സ് പ്ലസ് എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ്. സോ whenever we undertake a project, we have to compare social cost and social benefits. When social benefits are greater than social cost, we can continue with that project. Otherwise, we have to stop, wind up everything. അപ്പോൾ ഇതാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് വെൻ ആൻ അസറ്റ് depreciates and it is replaced. ഇപ്പോൾ നമുക്ക് കൈവശമുള്ള ഒരു അസറ്റ്, സോ വെൻ ഇറ്റ് ഡിപ്രീസിയേറ്റ്സ്, അത് ഉപയോഗശൂന്യമായി മാറുന്നു. കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പം അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ വരും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിന് പകരം ഒരു പുതിയ അസറ്റ് വാങ്ങുന്നു. സപ്പോസ് ദർ ഈസ് എ ട്രക്ക് ഇൻ എ ഫാക്ടറി. ഇപ്പോൾ ഒരു 10 20 വർഷം അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പം ദ ട്രക്ക് ബിക്കംസ് യൂസ്ലെസ്. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ വി ആർ റീപ്ലേസിങ് ദാറ്റ് ട്രക്ക്. അതിൻ്റെ എക്സ്പെൻസ് ആണ്, അതിൻ്റെ കോസ്റ്റ് ആണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് വെൻ ആൻ അസറ്റ് ഡിപ്രീസിയേറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് അവിടെ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഉള്ളതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് സങ്ക് കോസ്റ്റ്.
Sunk cost is the cost which has already been incurred and cannot be recovered. Suppose in your business, you have already spent some money and later you are stopping your business. നിങ്ങൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മുടക്കിയ എല്ലാ പണവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഇപ്പം നിങ്ങൾ റൂം ഫർണിഷ് ചെയ്യാൻ വേണ്ടി കുറേ പണം ചിലവാക്കുന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് ബാക്ക്. നിങ്ങൾ ഈവൻ ഇഫ് യു ആർ സ്റ്റോപ്പിംഗ് ദി ബിസിനസ്, ദാറ്റ് മണി ഹാസ് ഗോൺ, സോ വിച്ച് കനോട്ട് ബി റിക്കവേർഡ്. അങ്ങനെ ഇൻ എ ബിസിനസ് ദി കോസ്റ്റ്, those items which we are not able to recover, they are called sunk cost. അതിനെയാണ് sunk cost എന്ന് വിളിക്കുന്നത്. Then മെയിൻലി ഇത്രയും കോസ്റ്റ് കൺസെപ്റ്റ്സ് ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത്, ഇതെല്ലാം പഠിക്കാനുള്ളതാണ് എങ്കിലും ഫോർ അസ് മെയിൻലി വി ഹാവ് ടു സ്റ്റഡി ഷോർട്ട് റൺ കോസ്റ്റ്. ലോങ് റൺ കോസ്റ്റ് ഈസ് ഓൾസോ ദെയർ, ബട്ട് ദേ ആർ നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഫോർ അസ് short run costs are the most important one. Then we know that there are two time periods, short run and long run. So what do you mean by short run? In the short run, certain factors are fixed, certain factors are variable. So in the short run, if you want to produce more output, we can increase the quantities of variable factors only. Fixed factors remains constant. ഇപ്പം ബിൽഡിംഗ് മെഷീനറി ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണ്. ലേബർ, റോ മെറ്റീരിയൽസ്, ഫ്യൂവൽ എക്സെട്ര, ദേ ആർ വേരിയബിൾ. അപ്പം നമുക്ക് സിൻസ് ദർ ഈസ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ, ഓർ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, we have short run cost and long run cost. Then first we will explain short run cost. What are short run cost? ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, certain factors are fixed and certain factors are variable. So we have to meet fixed expenses and variable expenses. So first, what is fixed cost? It is the cost which does not vary with the level of output. അപ്പോൾ ഔട്ട്പുട്ട് എത്ര തന്നെയാണെങ്കിലും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. ഈവൻ ഇഫ് യുവർ ഔട്ട്പുട്ട് ഈസ് സീറോ, you have to meet fixed cost. That is why we say the cost which does not vary with the level of output. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യാത്ത കോസ്റ്റാണ്, ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഡോണ്ട് ബി മിസ്റ്റേക്കൺ, ഇപ്പം നമ്മൾ ഈ ബിൽഡിംഗ് മെഷീനറി ഇതുപോലെയുള്ള ഫിക്സഡ് ഫാക്ടേഴ്സിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് that we have to meet in every month, but the amount will be same whether you produce or not. That amount you have to meet. എല്ലാ മാസവും നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്തേ മതിയാവും. ബിൽഡിംഗ് മെഷീനറിക്കും വേണ്ടി നമ്മൾ ഒരിക്കൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പം എല്ലാ മാസവും ഉണ്ടാവും. So what are the examples of fixed cost? Suppose your factory is closed for 1 month. ഒരു മാസത്തേക്ക് നമ്മൾ നമ്മുടെ ഫാക്ടറി അടച്ചിടുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റുകൾ നമ്മൾ ആ മാസം മീറ്റ് ചെയ്യണം? സപ്പോസ് യുവർ ഫാക്ടറി ഈസ് റണ്ണിങ് ഇൻ എ റെന്റഡ് ബിൽഡിംഗ്. സോ റെന്റ് ഓഫ് ദി ബിൽഡിംഗ്, റെന്റ് ഈസ് ഫിക്സഡ് ഐറ്റം. വെദർ യു പ്രൊഡ്യൂസ് ഓർ നോട്ട്, വി ഹാവ് ടു പേ റെന്റ്. സോ റെന്റ് ഈസ് എ ഫിക്സഡ് ഐറ്റം. ഇൻഷുറൻസ് പേയ്മെന്റ്, ഇൻഷുറൻസ് ചാർജസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എല്ലാ മാസവും അടച്ചേ മതിയാകൂ. സോ അത് ഫിക്സഡ് ആണ്. സാലറി ഓഫ് പെർമനന്റ് എംപ്ലോയീസ്, നിങ്ങൾക്ക് പെർമനന്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സാലറി കൊടുത്തേ മതിയാകൂ. ദാറ്റ് ഈസ് ഫിക്സഡ് എക്സ്പെൻസ്. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സപ്പോസ് യു ഹാവ് ബോറോഡ് മണി, then you have to pay interest. So interest payment is another fixed item. So these are all fixed expenses. Then what will be the shape of the fixed cost curve? See, the fixed cost curve will be a horizontal straight line parallel to the x-axis. X-axis ന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദിസ് ഈസ് TFC. So in the y-axis we measure cost and in the x-axis we measure output. എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അതിൻ്റെ മീനിങ് ഇതാണ്: വാട്ട് എവർ മേ ബി ദി ഔട്ട്പുട്ട്, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ദി സെയിം.
Even if your output is 0, that time also you have to meet fixed cost. Then next is variable cost. Just opposite is variable cost. Cost which vary with the level of output. Cost which vary with the level of output. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്യാൻ യു ഗീവ് സം എക്സാമ്പിൾസ്? സി, വേജസ് ഓഫ് വർക്കേഴ്സിന്റെ വേജസ് അത് വേരിയബിൾ ആണ്. ദെൻ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് അത് വേരിയബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ദാറ്റ് ഈസ് വേരിയബിൾ. ഫ്യൂവൽ ചാർജസ് വേരിയബിൾ. അപ്പോൾ ഇതെല്ലാം വേരിയബിൾ എക്സ്പെൻസസ് ആണ്. ദെൻ ഇഫ് യുവർ ഔട്ട്പുട്ട് ഈസ് 0, then the variable cost will be 0. When your output increases, variable cost also increases. നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. ആൻഡ് ദി ഷേപ്പ്, സോ ദി വേരിയബിൾ കോസ്റ്റ് കർവ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. And this will be the shape of the variable cost curve. Initially, it increases at a decreasing rate. നമുക്ക് നോക്കി അറിയാം ഏതാണ്ട് ഇവിടെ വരെ അത് ഒരു ഡിക്രീസിംഗ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. Then after that it increases at an increasing rate. തുടക്കത്തിൽ ഡിക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ അത് ഇൻക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് ഈ ഡിക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഫോർ ദി ഫസ്റ്റ് യൂണിറ്റ് ഇറ്റ് ഈസ് ഒന്നാമത്തെ യൂണിറ്റിന് 10 ആണെന്ന് വിചാരിക്കുക. ഫോർ ദി സെക്കൻഡ് യൂണിറ്റ് സപ്പോസ് ദി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് 18. 2 യൂണിറ്റ് ഉള്ളപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 18 ആവുന്നു. സപ്പോസ് ഫോർ 3 units ദി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസസ് ടു 24. So here total variable cost is increasing 10, 18, 24, but it is increasing at a decreasing rate. ഇവിടെ the decreasing റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? The total variable cost will increase at an increasing rate. Then what is the reason for this kind of a change in total variable cost? ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? വൈ ഇറ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ് ഇൻ ദി ബിഗിനിങ് ആൻഡ് ദെൻ ഇറ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. സി, ദി റീസൺ ഈസ് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, when in the law of variable proportion we know that initially the marginal product increases, then it decreases. അപ്പോൾ നമ്മൾ ഇത്രയും ഓർത്തിരിക്കുക, when marginal product increases the total variable cost increases at a decreasing rate. മാർജിനൽ പ്രോഡക്റ്റ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പം ഒരു ഫാക്ടറിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ആ ഫാക്ടർ ഒരു യൂണിറ്റ് കൂടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കൂടുതലാണെന്നാണ്. അപ്പം നമ്മുടെ അഡീഷണൽ കോസ്റ്റ് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, വെൻ യു എംപ്ലോയ് ആൻ അഡീഷണൽ ലേബർ ഫോർ 500 rupees, സപ്പോസ് വെൻ യുവർ മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് മീൻസ് യു ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് ഫോർ മോർ ദാൻ 500 rupees. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ അഡീഷണൽ എക്സ്പെൻസ്, ഒരു യൂണിറ്റിനുള്ള അഡീഷണൽ എക്സ്പെൻസ് കുറയുന്നു. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യും? It will increase but at a decreasing rate. നിങ്ങൾ അത്രയും ഓർത്തിരിക്കുക, മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ഇൻക്രീസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. പിന്നെ മാർജിനൽ പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. Then next is total cost. See, total cost is the sum of total fixed cost and total variable cost. See, here we can say total cost is the sum of total fixed cost and total variable cost. So TC equals TFC plus TBC. So from which point the total
cost curve will start? Is it from origin? See, since it is the sum of TFC and TVC, even if your output is 0, you have to meet the total fixed cost. Fixed cost നമ്മൾ മീറ്റ് ചെയ്തേ മതിയാവും. അപ്പോൾ 0 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലും നമുക്കൊരു ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു TFC. So the total cost curve will start from the starting point of the TFC curve, but it will have the same shape of the TVC curve. TVC curve-ന്റെ അതേ ഷേപ്പ് തന്നെയായിരിക്കും TC curve-നും. കാരണം ഇത് തമ്മിലുള്ള ഡിഫറൻസ്, the difference between TFC and TVC, that is always TFC. So we can say the TC curve and the TVC curve, they are parallel. അത് parallel ആയിരിക്കും. So we can draw the TC curve now. So we know that the TVC curve is starting from the origin, and first we will draw TFC again. This is the TFC, this is the TVC, this is TVC, and then we have to draw TC curve. That's TC curve. So TCയും TVCയും പാരലൽ ആയിരിക്കും. ഓൾവേസ് ദി ഡിഫറൻസ് ഈസ് TFC. ഇപ്പം ഇങ്ങനെ നമുക്ക് ഈ കർവ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ഇൻ ദി എക്സാം ഇറ്റ് വിൽ ബി ആസ്ക്ഡ് ലൈക്ക് ഡ്രോ ദിസ് കർവ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഈ ഓരോ കർവും എങ്ങനെ വരയ്ക്കണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. See, it is the fixed cost per unit of output. So AFC, average fixed cost equals TFC divided by Q. മൊത്തം ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. Then what is average variable cost? Again, in the same way we can define, it is the variable cost per unit of output. So ABC equals TVC divided by Q. നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ ഡയഗ്രാം ഒരുമിച്ച് വരയ്ക്കാം. ഇപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. എല്ലാം നമ്മൾ ഒരുപോലെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ABC ഈക്വൽസ് TVC ഡിവൈഡഡ് ബൈ Q. Then what is average cost? Average cost is the cost per unit of output produced. So TC divided by Q ആണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് TC എന്ന് പറയുന്നത്? TFC പ്ലസ് TVC ആണ്. അതുകൊണ്ട് നമുക്ക് ആവറേജ് കോസ്റ്റിനെ ഇങ്ങനെ എഴുതാം, TFC ഡിവൈഡഡ് ബൈ Q, അതായത് AFC പ്ലസ് TVC ഡിവൈഡഡ് ബൈ Q, ദാറ്റ് ഈസ് ABC. സോ ആവറേജ് കോസ്റ്റ് ഈസ് ദി സം ഓഫ് AFC ആൻഡ് ABC. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്, സോറി ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. Then what is marginal cost? See, I am always saying all the marginal concepts are defined in the same way. നമ്മൾ ഏത് മാർജിനൽ കൺസെപ്റ്റ് എടുത്താലും ഇതെല്ലാം നമ്മൾ ഒരുപോലെ വേണം ഡിഫൈൻ ചെയ്യാൻ. ഇപ്പം മാർജിനൽ യൂട്ടിലിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി, അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. മാർജിനൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ പ്രോഡക്റ്റ്. ഇനി മാർജിനൽ കോസ്റ്റിലേക്ക് വരുമ്പോൾ മാർജിനൽ കോസ്റ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q ഓർ DTC ബൈ DQ, ഇതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. നൗ വി വിൽ ഡ്രോ ദി ഡയഗ്രാംസ് ഓഫ് AFC, ABC, AC and MC. See, this will be the AFC curve. AFC നമുക്കറിയാം ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് അത് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദി AFC curve will be like this. This will be the AFC curve. സോറി, അത് Y ആക്സിസിൽ നമ്മൾ ടച്ച് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. ഇപ്പോൾ AFC curve വരയ്ക്കുമ്പോൾ Y ആക്സിസിൽ ടച്ച് ചെയ്യരുത്, അത് മറന്നു പോകാതിരിക്കുക. It should not touch the Y axis. AFC.
AFC curve is a rectangular hyperbola. നമ്മൾ അങ്ങനെയാണ് AFC curve പറയുന്നത്. So അതിന്റെ ഷേപ്പ് rectangular hyperbola ആണ്. Then how we will draw the AVC curve? We know that the total variable cost increases at a decreasing rate in the beginning. Then it increases at an increasing rate. So when total variable cost increases at a decreasing rate, average variable cost falls. And when total variable cost increases at an increasing rate, average variable cost rises. ഇപ്പം ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ നമുക്കറിയാം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫോൾ ചെയ്യുന്നു. പിന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് റൈസ് ചെയ്യുന്നു. സോ ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ഈസ് ഓഫ് യു ഷേപ്ഡ്. ഇങ്ങനെ യു ഷേപ്പ് ആണെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്. ദിസ് ഈസ് AVC. ഇപ്പൊ AVC കർവ് യു ഷേപ്പ് ആണ്. ആൻഡ് in the beginning it falls, then it rises. Reason is when TVC increases at a decreasing rate, AVC falls, and when TVC increases at an increasing rate, AVC rises. Then next is AC curve. Here in the same way we can explain AC curve also. അപ്പോൾ അത് തുടക്കത്തിൽ TC is increasing at a decreasing rate, so AC falls, and when TC increases at an increasing rate, AC rises. അത്രയും പറഞ്ഞാലും മതി. അതിന് കുറച്ചുകൂടെ ഒരു നല്ല എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് AC is the sum of AFC and AVC. തുടക്കത്തിൽ ഇത് രണ്ടും ഫോളോ ചെയ്യുകയാണ്. AFCയും ഫോളോ ചെയ്യുകയാണ്, AVCയും ഫോളോ ചെയ്യുകയാണ്. സോ AC also falls. Later what happens? AFC goes on falling, but AVC rises. ഒന്ന് കുറയുന്നു, മറ്റൊന്ന് കൂടുന്നു. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇഫക്റ്റ് ആണ് AC എന്ന് പറയുന്നത്. ബട്ട് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ AVC ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ഫോൾ ഇൻ AFC. അതുകൊണ്ട് എന്ത് സംഭവിക്കും? AC റൈസ് ചെയ്യും. നിങ്ങൾ എക്സാമിന് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും എഴുതണമെന്നില്ല. ജസ്റ്റ് യു ക്യാൻ സേ വെൻ TC increases at a decreasing rate, AC falls. And when TC increases at an increasing rate, AC rises. So the AC curve is also U-shape. AC curve U-shape ആണ്. This is the AC curve. അപ്പോൾ നമുക്ക് AC curve ഇങ്ങനെ വരയ്ക്കാം. The next is marginal cost curve. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തു. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു TVCയുടെ എക്സാമ്പിൾ കാണിച്ചു. ഇപ്പം TVC ഫസ്റ്റ് യൂണിറ്റ് 10, സെക്കൻഡ് യൂണിറ്റ് TVC ഈസ് 18, 3 യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ TVC 24 ആണ്. ദെൻ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്? ഒന്നാമത്തേത് സെയിം 10, രണ്ടാമത്തേതിന്റെ അഡീഷൻ എത്രയാണ്? അഡീഷൻ ഈസ് 8 ഓൺലി. സോ ദാറ്റ് 8 ഈസ് ദി മാർജിനൽ കോസ്റ്റ്. മൂന്നാമത്തേതിന്റെ അഡീഷൻ 6 ആണ്. 6 ഈസ് ദി മാർജിനൽ കോസ്റ്റ്. സോ 10, 8, 6. സോ അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മാർജിനൽ കോസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. കാരണം ടോട്ടൽ കോസ്റ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത് പറയുമ്പോഴും ഇൻ ടോട്ടൽ കോസ്റ്റ് ദർ ഈസ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഇൻ ടോട്ടൽ കോസ്റ്റ് ഓൾവേസ് ദി ഫിക്സഡ് കോസ്റ്റ് ഈസ് കോൺസ്റ്റന്റ്, അതിന് ചേഞ്ച് ഇല്ല. സോ മാർജിനൽ കോസ്റ്റ് ഈസ് കോസ്റ്റ് ഡിപ്പെൻഡ് ultimately it depends on the total variable cost. When total variable cost increases at a decreasing rate, marginal cost falls. And when total variable cost increases at an increasing rate, marginal cost rises. So what we can say about the marginal cost? Marginal cost curve is also U-shaped. Marginal cost curve U-shaped ആണ്. So this will be the shape of marginal cost. Marginal cost curve.
മാർജിനൽ കോസ്റ്റ് കർവും യു ഷേപ്ഡ് ആണ്. ഈ യു ഷേപ്ഡ് കർവ്സ് എല്ലാം ഷോർട്ട് റണ്ണിലെ യു ഷേപ്ഡ് കർവ്സിന്റെ എല്ലാം ഈ യു ഷേപ്പിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. അവിടെ മാർജിനൽ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചാണ് ഈ കർവ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. മെയിൻലി ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അത് മാർജിനൽ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചാണ്. ആ വേരിയബിൾ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഈ കർവ്സിന്റെ ഒക്കെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ബേസിക് റീസൺ ഈസ് സെയിം ഫോർ ഓൾ ദ കോസ്റ്റ്, all the different types of cost: average variable cost, average cost, marginal cost, total variable cost, total cost, for everything. So these are the important short run cost curves. Then next we have to explain the relation between, derive the relation between MC and AC, MC and AVC. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറയണം. അപ്പോൾ അതിന് നമ്മൾ ഈ 3 കർവ്സും നമ്മൾ ഒരു ഡയഗ്രത്തിൽ വരയ്ക്കും. ഈ ഡയഗ്രാം, ഈ 3 കർവ്സ് വരയ്ക്കുമ്പോൾ യു ഷുഡ് ബി വെരി കോഷ്യസ്. ഇത് ഈ കർവ്സ് വരയ്ക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഒരുമിച്ച് വരയ്ക്കുമ്പോൾ, എല്ലാം യു ഷേപ്പ് ആണെങ്കിലും. ഫസ്റ്റ് യു ഡ്രോ ദി എ സി കർവ്. നമ്മൾ എ സി കർവ് വരച്ചു. ദെൻ മാർക്ക് ദി ലോവസ്റ്റ് പോയിന്റ്, അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. അടുത്ത് വരയ്ക്കേണ്ടത് എ വി സി കർവ് ആണ്. അതിൻ്റെ നേരെ താഴെ വരയ്ക്കരുത്, അല്പം ലെഫ്റ്റ് സൈഡിലേക്ക് മാറി വേണം വരാൻ. എന്ന് പറഞ്ഞാൽ ഈ എ വി സി കർവിൻ്റെ ലോവസ്റ്റ് പോയിന്റ് എ സി കർവിൻ്റെ ലോവസ്റ്റ് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ വേണം വരാൻ, എ വി സി. അപ്പം ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഇവിടെയാണ്. ദെൻ യു ഡ്രോ ദി മാർജിനൽ കോസ്റ്റ് കർവ്. ദി മാർജിനൽ കോസ്റ്റ് കർവ് ഇന്റർസെക്ട്സ് these two at their lowest points. ഇതിന്റെ രണ്ടിന്റെയും ലോവസ്റ്റ് പോയിന്റിലൂടെയാണ് മാർജിനൽ കോസ്റ്റ് കർവ് ഇന്റർസെക്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. Now first we will derive the relation between MC and AVC. എന്താണ് MC യും AVC യും തമ്മിലുള്ള റിലേഷൻ? See, up to this point MC is less than AVC. MC കർവ് എന്ന് പറയുന്നത് AVC യുടെ താഴെയാണ്. സോ ഒന്നാമത്തെ റിലേഷൻ, when MC is less than AVC, AVCക്ക് എന്ത് സംഭവിക്കുന്നു? AVC falls. This is the first relation. ഇനിയും ആ ഈ എം സി കർവ് എ വി സിയെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ, അറ്റ് ദി ഇന്റർസെക്ടിങ് പോയിന്റ് എം സി ആൻഡ് എ വി സി ആർ ദി സെയിം. സോ ദി സെക്കൻഡ് റിലേഷൻ, when MC equals AVC is the minimum. MC equals AVC is the minimum. AVC minimum ആണ്. Then third relation, ഇപ്പം നമുക്കറിയാം മിനിമം പോയിന്റിന് ശേഷം പിന്നെ മുകളിൽ എം സി ഗ്രേറ്റർ ദാൻ എ വി സി ആണ്. സോ വെൻ എം സി ഈസ് ഗ്രേറ്റർ ദാൻ എ വി സിക്ക് എന്ത് സംഭവിക്കുന്നു? എ വി സി റൈസസ്. ദീസ് ആർ ദി 3 റിലേഷൻസ് ബിറ്റ്വീൻ എം സി ആൻഡ് എ വി സി. When you see the diagram, you can understand one thing: the relation between MC and AC are also the same. അപ്പോൾ എം സിയും എ സിയും തമ്മിലുള്ള റിലേഷനും ഇത് തന്നെയാണ്. എ വി സിക്ക് പകരം എ സി എന്ന് പറയണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ദി 3 റിലേഷൻസ് ബിറ്റ്വീൻ എം സി ആൻഡ് എ വി സി ഓർ എം സി ആൻഡ് എ സി. See, now long run cost curves are there. എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടുത്തെ പോലെ തന്നെയാണ്. ഞാൻ ആ ചേഞ്ചസ് മാത്രം ഉള്ളതൊന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ലോങ് റൺ കോസ്റ്റ് കർവ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. എക്സാമിനേഷൻ ചോദിച്ചുകൂടായില്ല, ചോദിക്കാം, പക്ഷെ ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഓർത്തിരിക്കുക, ഇൻ ദി ലോങ് റൺ ഓൾസോ, ഇൻ ദി ലോങ് റൺ there are no fixed and variable cost curves. All costs are variable in the long run. എല്ലാം വേരിയബിൾ ആണ്. ലോങ് റണ്ണിൽ എല്ലാം വേരിയബിൾ ആണ്.
അപ്പോൾ നമുക്ക് ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് കർവേ ഉള്ളൂ. അല്ലാതെ ലോങ് റൺ ഫിക്സഡ് കോസ്റ്റ് കർവ്, ലോങ് റൺ വേരിയബിൾ കോസ്റ്റ് കർവ് അങ്ങനെ നമ്മൾ പറയാറില്ല. ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് കർവ്, ഇറ്റ് ഹാസ് ദി സെയിം ഷേപ്പ് ഓഫ് ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് കർവ്. അതേ ഷേപ്പ് തന്നെയാണ്. പക്ഷെ ഒരേ ഒരു വ്യത്യാസം, സിൻസ് ഇൻ ദി ലോങ് റൺ എവറിത്തിങ് ഈസ് വേരിയബിൾ, ദ ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് കർവ് വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഒറിജിൻ. അത് ഒറിജിനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ലോങ് റണ്ണിൽ മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ട്, ലോങ് റണ്ണിൽ ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ട്. ഇത് രണ്ടും യു ഷേപ്പാണ്. ഇതിന്റെ എല്ലാം ഡെഫിനിഷൻ നമ്മൾ ഷോർട്ട് റണ്ണിൽ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ മതി ഡെഫിനിഷൻ. ഇനി നമ്മളോട് ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വൈ ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് യു ഷേപ്ഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ഇൻ ദി ലോങ് റൺ ദി ആവറേജ് കോസ്റ്റ് കർവ് ഈസ് യു ഷേപ്ഡ്. കാരണം ഇനിഷ്യലി ദി ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ് ആൻഡ് ദെൻ ഇറ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ലോങ് റൺ കോസ്റ്റ് കർവും യു ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു. So this will be the long run cost curve, long run average cost curve. So why it is U shaped? Long run average cost curve U shape ആകാനുള്ള കാരണം. So we know that in the long run production function or returns to scale, in the beginning there is increasing returns to scale, then there is constant returns to scale, and then there is decreasing returns to scale. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിൽസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉണ്ട്. സോ വെൻ ദർ ഈസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വൈ ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് യു ഷേപ്ഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വെൻ ദർ ഈസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഡിക്രീസസ് ഓർ ഫോൾസ്. When there is constant returns to scale, the long run average cost will be minimum. And when there is decreasing returns to scale, the long run average cost increases. എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇനി ഞാൻ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Then next is revenue. What is revenue? Revenue is the income from the sale of output. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന ഇൻകം ആണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ, ഇറ്റ് ഈസ് ദി ടോട്ടൽ റെസിപ്റ്റ്സ് ഫ്രം ദി സെയിൽ ഓഫ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. നമ്മളൊരു സർട്ടൻ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം എത്രയാണോ അല്ലെങ്കിൽ ടോട്ടൽ റെസിപ്റ്റ് എത്രയാണോ അതാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അത് ഈ മൂന്ന് റവന്യൂ കൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്തതിന് ശേഷം ആ ഇക്വേഷൻസ് പറയാം. Then what is average revenue? It is the revenue per unit of output sold. അപ്പം ആവറേജ് ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. See, we can say that total revenue is equal to price multiplied by quantity. നമ്മൾ എത്ര യൂണിറ്റ് വിൽക്കുന്നോ അതിനെ നമ്മളുടെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. ഒരു സിമ്പിൾ ലോജിക്. നമ്മൾ ഒരു യൂണിറ്റ് വിൽക്കുന്നതിന് ഇത്ര രൂപ, അപ്പോൾ എത്ര യൂണിറ്റ് വിറ്റോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദെൻ വി ആർ ഗെറ്റിംഗ് ടോട്ടൽ റവന്യൂ. Then what is average revenue? AR. AR is equal to TR divided by Q ആണ് AR എന്ന് പറയുന്നത്. TR divided by Q. So that is equal to P into Q divided by Q. So what we will get as AR? AR is the price. So AR എന്ന് പറയുന്നത് പ്രൈസ് ആണ്. So AR is the price. Then next is marginal revenue, MR. MR എന്ന് പറയുന്നത് ഇവിടെ, അപ്പോൾ ഇതൊരു പുതിയ മാർജിനൽ കൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ റവന്യൂ വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് സോൾഡ്. ഇറ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ റവന്യൂ വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് സോൾഡ്. സി MR ഈസ് ഈക്വൽ ടു MR ഈക്വൽസ് dTR divided by dQ
or that's equal to delta TR by delta Q. So change in total revenue with respect to the change in the number of units of output sold, that is MR. Then next we have to explain the AR, MR, etc. under two different market situations. One is perfect competition and the other one imperfect competition. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ ഉള്ളതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മളൊരു കമ്മോഡിറ്റി വിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാ യൂണിറ്റ്സും നമ്മൾ ഒരേ പ്രൈസിലായിരിക്കും വിൽക്കുന്നത്. That means how much is the price for the first unit? For the second unit also you will get the same price. Third unit also you will get the same price. Fourth unit also you will get the same price. എല്ലാ യൂണിറ്റിനും ഒരേ പ്രൈസ് ആണ് നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കിട്ടുന്നത്. ബട്ട് ഇൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇഫ് യു വാണ്ട് ടു സെൽ മോർ യു ഹാവ് ടു റെഡ്യൂസ് ദി പ്രൈസ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ യൂണിറ്റ് വിൽക്കുമ്പം കിട്ടുന്ന അത്രയും പ്രൈസ് രണ്ടാമത്തേതിന് കിട്ടില്ല. For the third one, again the price will be less. Fourth one, again the price will be less. അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾക്ക് വിൽക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റെഡ്യൂസ് ദി പ്രൈസ്. അപ്പം ഇനി ഇവിടെ ഈ റവന്യൂവിൽ നമുക്ക് വി ഹാവ് ടു ഡിസ്കസ് ദി average revenue curve, marginal revenue curve and total revenue curve under perfect competition and imperfect competition. ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മുടെ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ഇതെങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കണം. See, first we will see how we are drawing the AR, MR and price etc. under perfect competition. അപ്പോൾ ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എല്ലാ യൂണിറ്റ്സും നമ്മൾ ഒരേ പ്രൈസിലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. സോ വാട്ട് വിൽ ബി ദി റിലേഷൻ ബിറ്റ്വീൻ AR, MR ആൻഡ് പ്രൈസ്? നമ്മൾ എല്ലാ യൂണിറ്റും ഒരേ യൂണിറ്റിൽ വിൽക്കുകയാണെങ്കിൽ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ദിസ് ത്രീ വിൽ ബി സെയിം. ഇത് മൂന്നും ഒന്ന് തന്നെ ആയിരിക്കും. സോ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ AR, MR and price will be the same. ഇത് മൂന്നും ഒരേപോലെ ആയിരിക്കും. And that will be a horizontal straight line. ARഉം MRഉം പ്രൈസും സെയിം ആയിരിക്കും. അതൊരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. AR is equal to MR is equal to price. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ കാര്യമാണ്. And the total revenue curve will be a 45-degree line. എല്ലാ യൂണിറ്റും ഒരേ പ്രൈസിൽ വിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ലൈനാണ് ടോട്ടൽ റവന്യൂ കർവ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈച്ച് അഡീഷണൽ യൂണിറ്റ് യു ക്യാൻ സെൽ അറ്റ് എ ലോവർ പ്രൈസ് ഓൺലി. അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ നമ്മൾ ഈ കർവ്സ് വരച്ചാൽ എങ്ങനെയിരിക്കും? അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ this will be the case of AR and MR. AR curve will be downward sloping and MR lies below that. This is the MR curve. അപ്പോൾ ഇതാണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ARഉം MRഉം. Again we can derive the relation between MR and TR under imperfect competition. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ MRഉം TRഉം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് നമ്മൾ വീണ്ടും ഒരു ഡയഗ്രാം വരയ്ക്കുന്നു. See, this will be the MR curve. MR curve നമ്മൾ മുകളിൽ വരച്ചിട്ടുണ്ട്. സോ എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ഇതാണ് പിന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ MR curve. സോ വെൻ MR ഈസ് സീറോ, എപ്പോഴും നമുക്കറിയാം MRO MBO എന്തെങ്കിലും സീറോ ആവുമ്പോൾ ടോട്ടൽ എടുത്താൽ അത് മാക്സിമം ആകണം. അപ്പോൾ ഇവിടെ ഇത് മാക്സിമം ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. TR കർവ് വരയ്ക്കാനായിട്ട്
ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കുക. വരച്ചിട്ട് നമ്മൾ ഈ ടി ആർ കർവ് വരയ്ക്കുക. സോ ദിസ് വിൽ ബി ദി ടി ആർ കർവ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ടി ആർ കർവാണ്. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലോപ്പ് താഴേക്ക് ഡിക്ലൈൻ ചെയ്യുന്നു. So what are the relation between MR and TR under imperfect competition? Under imperfect competition, when MR is positive, ഈ പോയിന്റ് വരെ MR പോസിറ്റീവ് ആണ്. When MR is positive, TR increases. When MR is 0, TR is maximum. And when MR is negative, TR decreases. These are the three relations between MR and TR. അങ്ങനെയും വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. What are the relation between MR and TR under imperfect competition? So that much only about revenue. The next is a very important topic, that is shutdown point. ഈ ഷോർട്ട് റണ്ണിലെ ഷട്ട്ഡൗൺ പോയിന്റ് എന്താണ്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ ഫോർ ദാറ്റ് ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ദി ഡയഗ്രാം. സി, ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും, ഇഫ് യു പ്രൊഡ്യൂസ് ഓർ നോട്ട്, വി ഹാവ് ടു മീറ്റ് ഫിക്സഡ് കോസ്റ്റ്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തേ മതിയാവും. ഇപ്പോൾ ഒരു ഫേം അവരുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് ദി average cost of a firm is 20 rupees. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, the average cost of the firm is 20 rupees. The average cost is 20 rupees. Average variable cost is 15 rupees. And the price of the product is 18 rupees. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളോട് ചോദിക്കുന്നു വെദർ ദിസ് പ്രൊഡ്യൂസർ വിൽ പ്രൊഡ്യൂസ് ഓർ നോട്ട്. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? ആവറേജ് കോസ്റ്റ് 20 പക്ഷേ ഇത് വിൽക്കുമ്പോൾ ഒരു യൂണിറ്റ് വിറ്റാൽ 18 റുപ്പീസേ നമുക്ക് കിട്ടുള്ളൂ. സോ ദർ ഈസ് എ ലോസ്. യൂഷ്വലി വി മേ തിങ്ക് ലൈക്ക് വി വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. നമ്മൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ഇൻ ദി ഷോർട്ട് റൺ എ റാഷണൽ പ്രൊഡ്യൂസർ വിൽ പ്രൊഡ്യൂസ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഷോർട്ട് റണ്ണിൽ നമ്മൾ പ്രൊഡക്ഷൻ നിർത്തിവെച്ചാലും നമ്മൾ എന്ത് മീറ്റ് ചെയ്യണം? ഈ ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഹിയർ? ഹിയർ ദി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 5. കാരണം ആവറേജ് വേരിയബിൾ കോസ്റ്റ് 15ഉം ആവറേജ് കോസ്റ്റ് 20ഉം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദറ്റ് ഈസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ അത് 5 rupees ആണ്. Suppose this firm is producing 1000 units. Now what is the total average fixed cost? 5000. ഇവര് ലോസ് ആണെന്ന് പറഞ്ഞ് ഈ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താൽ എന്ത് പറ്റും? ഇവർക്ക് ഒരു മാസത്തെ ലോസ് എന്ന് പറയുന്നത് 5000 rupees ആണ്. ബട്ട് ഇവരിനി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ഷോർട്ട് റണ്ണിൽ നമ്മൾ ഈ 5000 മീറ്റ് ചെയ്തേ മതിയാവും. പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പ്രൈസ് 18 ആണ്, ആവറേജ് കോസ്റ്റ് 20ഉം. അപ്പോൾ ഒരു യൂണിറ്റിനുള്ള ലോസ് എത്രയാണ്? 2 ആണ്. 2 ഈസ് ദി ലോസ് പെർ യൂണിറ്റ്. ആൻഡ് ഇഫ് ദേ ആർ പ്രൊഡ്യൂസിങ് 1000 units, the loss will be 2000. So if they produce, they can minimize the loss. 5000ൽ നിന്ന് 2000 ആയിട്ട് കുറയ്ക്കാൻ പറ്റും. സോ ഇൻ ദിസ് സിറ്റുവേഷൻ ദി ഫേം വിൽ പ്രൊഡ്യൂസ്. പക്ഷെ പ്രൈസ് വീണ്ടും കുറയുന്നു എന്ന് വിചാരിക്കുക. നൗ ദി പ്രൈസ് ബിക്കംസ് 15. പ്രൈസ് 15 ആയി മാറി. വിൽ ദി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ്? ഇയാളുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് 15 ആണ്, പ്രൈസും 15 ആണ്. ഇൻ ദിസ് സിറ്റുവേഷൻ ദർ ഈസ് നോ ബെനിഫിറ്റ് ഫ്രം പ്രൊഡ്യൂസിങ് ദി ഔട്ട്പുട്ട്. പ്രൊഡക്ഷനിൽ നിന്ന് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാവില്ല. സോ ദി പ്രൊഡ്യൂസർ വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് ദി ഷട്ട് ഡൗൺ, ഓർ ദിസ് ഈസ് ദി ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പോൾ ഇവിടെ ഷട്ട് ഡൗൺ പോയിന്റിൽ എന്താ സംഭവിച്ചത്? പ്രൈസും ആവറേജ് വേരിയബിൾ കോസ്റ്റും ഈക്വലായി. സോ ഷട്ട് ഡൗൺ പോയിന്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് പ്രൈസ് ഈക്വൽസ്
ആവറേജ് വേരിയബിൾ കോസ്റ്റ്. പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. പ്രൈസ് ഈക്വൽസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇനി നമുക്ക് ഈ ഡയഗ്രാം ഉപയോഗിച്ച് ഷട്ട് ഡൗൺ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ P1 ആണ് പ്രൈസ് എങ്കിൽ they will produce Q1 ക്വാണ്ടിറ്റി. ഈ നമ്മളിവിടെ എം സി കർവ് വരച്ചിരിക്കുന്നത് എത്രത്തോളം ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യും. പ്രൈസ് ഈക്വൽസ് എം സി, അവിടെ വരെ പ്രൊഡ്യൂസ് ചെയ്യും ഒരു ഫേം. എം സിക്ക് അപ്പുറത്തേക്ക് ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, എം സി വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൻ പ്രൈസ് ഈസ് P1, ദി ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഈസ് Q1. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ് പ്രൈസ്. അതുകൊണ്ട് ഫേം പ്രൊഡ്യൂസ് ചെയ്യും. ദർ ഈസ് നോ കൺഫ്യൂഷൻ, ദി ഫേം ഹാസ് എ പ്രോഫിറ്റ്. ഫേമിനൊരു പ്രോഫിറ്റ് അവിടെ ഉണ്ട്. പ്രൈസ് ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കുന്നത് കൊണ്ട്. ഇനി പ്രൈസ് P2 ആയിട്ട് കുറയുന്നു എന്ന് വിചാരിക്കുക. വെൻ പ്രൈസ് ഈസ് P2, Q2 ഈസ് ദി ഔട്ട്പുട്ട് ആൻഡ് ഹൗ മച്ച് ഈസ് ദി ആവറേജ് കോസ്റ്റ്. ആ Q2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം Q2C ആണ് ആവറേജ് കോസ്റ്റ്. ഇനി എത്രയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്? Q2V ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇനി വാട്ട് ഈസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്? CV ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ഓർ VC ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പ്രൊഡ്യൂസറിന്റെ ലോസ് എന്ന് പറയുന്നത് CV per unit of output ആണ്. But if the producer produces, his loss will be CB. CB ആയിട്ട് ലോസ് കുറയും. അതുകൊണ്ട് ഈ സിറ്റുവേഷനിലും ഈ ഫേം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി പ്രൈസ് വീണ്ടും കുറയുന്നു എന്ന് വിചാരിക്കുക. പ്രൈസ് ബിക്കംസ് P3. P3 ആയിട്ട് പ്രൈസ് കുറഞ്ഞാൽ അത് എന്തിന് ഈക്വലായി മാറുന്നു? That becomes equal to average variable cost. So at that point the firm will stop production. When output is Q3, the firm will not produce because price is equal to average variable cost. And that is the shutdown point. ഇനി ആ shutdown point ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. ഏത് പോയിന്റ് ആണ്? ദാറ്റ് ഈസ് ദി മിനിമം പോയിന്റ് ഓഫ് ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്. സോ വി ക്യാൻ സേ shutdown point is the point at which price equals average variable cost, or it is the minimum point of the AVC curve. AVC കർവിന്റെ മിനിമം പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ മാത്രമേ പ്രൈസും ആവറേജ് വേരിയബിൾ കോസ്റ്റും ഈക്വലായി മാറുകയുള്ളൂ. സോ ദാറ്റ് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് സം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആർ ആസ്ക്ഡ്. അപ്പം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് 2-3 ഫോർമുലയുണ്ട്. അപ്പോൾ ഇത് വളരെ നന്നായി പഠിച്ചു വയ്ക്കുക. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു ബിസിനസ് ഫേമിൻ്റെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ, പ്രോഫിറ്റ് ഇത് അനലൈസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ഒരു ചാർട്ടാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഒരു ഫേമിന് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വെൻ യു സ്റ്റാർട്ട് എ ബിസിനസ്, യുവർ ടോട്ടൽ കോസ്റ്റ് വിൽ ബി വെരി ഹൈ ബട്ട് ടോട്ടൽ റവന്യൂ വിൽ ബി ലെസ്. ബട്ട് വെൻ യു ഇൻക്രീസ് യുവർ ഔട്ട്പുട്ട് അറ്റ് വൺ പോയിന്റ്, your total cost and total revenue becomes equal. That is the break even point. And at break even point there is no profit or no loss.
അവിടെ പ്രോഫിറ്റുമില്ല, ലോസുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഡയഗ്രം നമുക്ക് വരയ്ക്കാം. See, in the y-axis we always take cost and revenue, and in the x-axis we take output. We are drawing the break-even chart on the assumption that we are in perfect competition. Perfect competition ലാണെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഈ ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. So first we are drawing the TFC curve. So this is the TFC curve. Then we draw the TC curve. നമ്മളിവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ടി സി കർവ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എടുക്കുന്നു. സപ്പോസ് ദിസ് ഈസ് ദി ടി സി കർവ്. ആൻഡ് ദെൻ വി ഡ്രോ ദി ടി ആർ കർവ്. This is the TR curve. See, at this point, TC equals TR. So this is the break-even point. And this is the break-even level of output. ഈ TR ഉം TC യും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് break-even point. അവിടെയുള്ള ഔട്ട്പുട്ട് ആണ് break-even level of output എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എടുത്താൽ ഇവിടെ നമുക്ക് എന്തായിരിക്കും? There is loss. Because TC is greater than TR, and here there is profit. ഇവിടെ പ്രോഫിറ്റ് ആണ്. ഇതാണ് ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇതൊരു സിംബോളിക് ചാർട്ടാണ്. സോ ദാറ്റ് ഈസ് ഇനഫ്. നമ്മളോട് എക്സാമിന് ഇറ്റ് ഈസ് ആസ്ക്ഡ് ലൈക്ക് ഡ്രോ എ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ബ്രേക്ക് ഈവൻ പോയിന്റ്, then we can draw this chart and explain. Then we have to study the mathematical formula for estimating the break-even point. So the break-even point QB is equal to TFC divided by P minus AVC. This is the first formula to find out the break-even point. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഫോർമുലയാണിത്. TFC ഡിവൈഡഡ് ബൈ P മൈനസ് AVC. പ്രൈസ് മൈനസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ നമുക്ക് വെൻ യു അപ്ലൈ ദിസ് ഫോർമുല യു ആർ ഗെറ്റിംഗ് ദി ബ്രേക്ക് ഈവൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രൈസും ആവറേജ് വേരിയബിൾ കോസ്റ്റും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. TFC divided by P minus AVC. This P minus AVC, that is called contribution. ഇതിനെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അതും കോൺട്രിബ്യൂഷൻ ആണ്. ദിസ് P മൈനസ് AVC എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. എന്താണ് ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്? സി, പ്രൈസ് മൈനസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അതിന്റെ ബാലൻസ് എന്താണോ ദാറ്റ് മച്ച് ഈസ് അവൈലബിൾ ഫോർ മീറ്റിംഗ് ദി ഫിക്സഡ് കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി പ്രോഫിറ്റ് ഓഫ് ദി പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറിന്റെ പ്രോഫിറ്റ് ആയിട്ടും ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ടും നമുക്ക് കിട്ടുന്ന പ്രൈസിന്റെ ആ ഒരു പാർട്ടാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ P മൈനസ് AVC, ഇവിടെ ദാറ്റ് ഈസ് ദി കോൺട്രിബ്യൂഷൻ. ഇനിയും ചിലപ്പോ നമുക്ക് പ്രൈസും ആവറേജ് വേരിയബിൾ കോസ്റ്റും ആയിരിക്കില്ല തരുന്നത്. അതിന് പകരം TFC വിൽ ബി ഗിവൺ, TVC വിൽ ബി ഗിവൺ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ടാകും, അതേപോലെ തന്നെ ടോട്ടൽ റവന്യൂവും തന്നിട്ടുണ്ടാകും. അപ്പൊ P മൈനസ് AVC നമുക്കില്ല. അതിന് പകരം നമുക്കുള്ളത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ റവന്യൂമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റൊരു ഫോർമുല അപ്ലൈ ചെയ്യണം. അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് വി എസ്റ്റിമേറ്റ് PV റേഷ്യോ. സോ വാട്ട് ഈസ് PV റേഷ്യോ? PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് S മൈനസ് V ഡിവൈഡഡ് ബൈ S.
ഇതാണ് പി വി റേഷ്യോ. ഇനി എന്താണ് ഈ എസും വിയും? നമ്മൾ നേരത്തെ പറഞ്ഞ എസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് എന്നാണ്. സെയിൽസ് മീൻസ് സെയിൽസ് റവന്യൂ. വി എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ടോട്ടൽ സെയിൽസ് റവന്യൂവും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടി ആർ ആണ് യഥാർത്ഥത്തിൽ ഈ എസ്, ടി വി സി ആണ് ഈ വി. സോ ടി ആർ മൈനസ് ടി വി സി ഡിവൈഡഡ് ബൈ ടി ആർ, അതാണ് പി വി റേഷ്യോ. പി വി റേഷ്യോ മീൻസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നാണ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അപ്പൊ ഇപ്പോ പി വി റേഷ്യോ നമ്മൾ സാധാരണ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. 30% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെൻ യു മേക്ക് എ സെയിൽസ് ഓഫ് 100 rupees, യു ആർ ഗെറ്റിംഗ് 30 rupees ആസ് യുവർ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇനി ഇവിടെ നമ്മൾ ഈ എസ് മൈനസ് വി എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അതും കോൺട്രിബ്യൂഷൻ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ. മറ്റേത് പി മൈനസ് എ ബി സി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ദിസ് ഈസ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ. സാധാരണ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ എസ് മൈനസ് വി ആണ്. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ. ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ടി എഫ് സി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇതാണ് ഫോർമുല. ടി എഫ് സി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഈ കഴിഞ്ഞ എക്സാമിന് S5 എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് സെയിൽസും വേരിയബിൾ കോസ്റ്റുമാണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവും ടോട്ടൽ വേരിയബിൾ കോസ്റ്റുമാണ്. പല കുട്ടികളും ആൻസർ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, പല കുട്ടികളും ഈ എസ് മൈനസ് വി എന്ന് എടുത്തിട്ട് അവർ നേരെ ചെയ്തിരിക്കുന്നത് ടി എഫ് സി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് എടുക്കേണ്ടതിന് പകരം ടി എഫ് സി ഡിവൈഡഡ് ബൈ എസ് മൈനസ് വി എന്നെടുത്ത് ഒരുപാട് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ടി എഫ് സി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ടി എഫ് സി ഡിവൈഡഡ് ബൈ എസ് മൈനസ് വി അല്ല എടുക്കേണ്ടത്, ടി എഫ് സി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇത് നിങ്ങൾ മറന്നു പോകരുത്. കുട്ടികൾ ഒരുപാട് പേര് തെറ്റിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ടി എഫ് സി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ ഈസ് എസ് മൈനസ് വി ബൈ എസ്. അപ്പൊ നിങ്ങൾ ഇനിയും ഇത് രണ്ടും കൂടെ ഒറ്റ ഇതായിട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ടി എഫ് സി ഡിവൈഡഡ് ബൈ എസ് മൈനസ് വി ബൈ എസ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എഫ് സി ഇൻറ്റു എസ് ബൈ എസ് മൈനസ് വി. ഇവിടെ കുട്ടികൾ ചെയ്തത് ഈ എസ് അങ്ങ് വിട്ടുകളഞ്ഞു. അവരെന്നിട്ട് ടി എഫ് സി ഡിവൈഡ് ബൈ എസ് മൈനസ് വി എന്ന് പറഞ്ഞ ഫോർമുല എഴുതി ചെയ്തു. അപ്പൊ അത് തെറ്റാണ്. യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ്. സോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ മറന്നു കളയുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം this formula TFC divided by PV ratio. What is PV ratio? S minus V by S. എന്താണ് S minus V? Total revenue minus total variable cost. ഇത്രയും ഓർത്തിരുന്നാൽ നമുക്ക് ധാരാളം. Then one more formula you must remember. That is, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, when you apply this formula and this formula, you will get two different answers. നമുക്ക് കിട്ടുന്നത് രണ്ട് ആൻസേഴ്സ് ആയിരിക്കും. രണ്ടും ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. രണ്ട് ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഒന്നേ ഉള്ളൂ. രണ്ടും ശരിയാണ്. കാരണം ഇൻ അവർ ബ്രേക്ക് ഈവൻ ചാർട്ട് നമുക്ക് നോക്കാം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആദ്യത്തെ ഫോർമുല ടി എഫ് സി ഡിവൈഡഡ് ബൈ പി മൈനസ് എ വി സി എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബ്രേക്ക് ഈവൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ ഫോർമുല ടി എഫ് സി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബ്രേക്ക് ഈവൻ റവന്യൂ ആണ്. വൈ ആക്സിസിൽ എന്താണോ ബ്രേക്ക് ഈവൻ ആയിട്ട് കിട്ടുന്നത് ആ വാല്യൂ ആണ് രണ്ടാമത്തെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. So that is break even revenue.
അപ്പോൾ നമുക്ക് ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പം ബ്രേക്ക് ഈവൻ റവന്യൂ കിട്ടുന്നു, മറ്റേ ഫോർമുല അപ്ലൈ ചെയ്യുമ്പം ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ടും കിട്ടുന്നു. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ദർ ഈസ് വൺ മോർ ഫോർമുല. അത് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനല്ല. ഇപ്പം നമുക്ക് സപ്പോസ് എ പ്രൊഡ്യൂസർ നീഡ്സ് എ സർട്ടൻ എമൗണ്ട് ആസ് ഹിസ് പ്രോഫിറ്റ്. അതിനെ ഡിസൈഡ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്, DP, ഡിസൈഡ് പ്രോഫിറ്റ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു മാസം 50,000 അയാൾക്ക് മിനിമം പ്രോഫിറ്റ് വേണം. ദാറ്റ് ഈസ് ഹിസ് ഡിസൈഡ് പ്രോഫിറ്റ്. അതിനു വേണ്ടി അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? സെയിൽസ് ഫോർ എ ഡിസൈഡ് പ്രോഫിറ്റ്. എത്ര രൂപയ്ക്ക് ഇയാൾ സെയിൽസ് നടത്തിയാൽ ഇയാൾക്ക് അയാൾ ആഗ്രഹിക്കുന്ന ആ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് ഈ ഫോർമുലയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. സെയിൽസ് ഫോർ എ ഡിസൈഡ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു TFC പ്ലസ്, ഇനി ഡിസൈഡ് പ്രോഫിറ്റ് എത്രയാണോ DP, ഡിസൈഡ് പ്രോഫിറ്റ്, ദാറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അപ്പോൾ ആ TFCയുടെ കൂടെ നമ്മൾ ആ ഡിസൈഡ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് PV റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദി സെയിൽസ് ഫോർ ദി ഡിസൈഡ് പ്രോഫിറ്റ്. നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടാൻ എത്രത്തോളം സെയിൽസ് നടത്തേണ്ടി വരും, എത്രത്തോളം ടോട്ടൽ റവന്യൂ നമുക്ക് കിട്ടേണ്ടി വരും, അതാണ് സെയിൽസ് ഫോർ എ ഡിസൈഡ് പ്രോഫിറ്റ്. അത് അപ്ലൈ ചെയ്തും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ദി ലാസ്റ്റ് ടോപ്പിക് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ സെയിൽസ് എത്രയാണോ ദാറ്റ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. നമ്മളുടെ ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വൽ റവന്യൂ ആകാം, ബ്രേക്ക് ഈവൻ റവന്യൂ ആകാം, അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ആകാം, ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ആകാം. അപ്പോൾ ഒന്ന് നമ്മൾ ഔട്ട്പുട്ടിന്റെ ടേംസിൽ മാർജിൻ ഓഫ് സേഫ്റ്റി പറയുന്നു, മറ്റേത് റവന്യൂവിന്റെ ടേംസിൽ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി പറയുന്നു. ഇപ്പൊ എന്താണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ അർത്ഥം? ഇപ്പോ ഒരു ഫേമിന്റെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 25,000 ആണ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദാറ്റ്? ഈവൻ ഇഫ് ദി സെയിൽസ് ഡിക്രീസസ് ബൈ 25,000 ദി ഫേം വിൽ നോട്ട് ഹാവ് എനി ലോസ്. ആ 25,000 കണ്ട് ഫേമിന്റെ സെയിൽസ് കുറഞ്ഞാലും ഫേമിന് ലോസ് ഉണ്ടാവില്ല. അതിൽ കൂടുതൽ കുറഞ്ഞാൽ മാത്രമേ ഫേമിന് ലോസ് ഉണ്ടാവുകയുള്ളൂ. 25,000 കുറയുമ്പോൾ അവർ എവിടെ വരും? ബ്രേക്ക് ഈവൻ പോയിന്റിൽ വരും. സോ ദാറ്റ് മീൻസ് നോ ലോസ് നോ പ്രോഫിറ്റ്. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ്. സോ ദീസ് ആർ ഓൾ വേരിയസ് ടോപ്പിക്സ് ദാറ്റ് വിൽ ബി ആസ്ക്ഡ് ഇൻ ദി എക്സാം. ഇതിൽ ഈ പറഞ്ഞ ഫോർമുലാസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഐ വിൽ ഗീവ് എ വീഡിയോ ഫോർ സോൾവിങ് ദി പ്രോബ്ലംസ് അണ്ടർ കോസ്റ്റ് ആൻഡ് റവന്യൂ. കോസ്റ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല പ്രോബ്ലംസും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. സോ ടുഡേ വി ആർ സ്റ്റോപ്പിംഗ് ഹിയർ. ഇപ്പം നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ്. അപ്പം നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഐ വിൽ അപ്ലോഡ് ദി വീഡിയോസ് ഓഫ് ദി നെക്സ്റ്റ് ടോപ്പിക്സ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യുവർ ഫ്രണ്ട്സ് സ്റ്റഡിങ് ഇൻ അതർ കോളേജസ്, അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ഇതേ സബ്ജക്റ്റ് പഠിക്കുന്നവർക്ക് ഈ യൂട്യൂബിൻ്റെ ലിങ്ക്, യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, മറ്റു കുട്ടികൾക്കും കൂടെ പ്രയോജനപ്പെടട്ടെ. അപ്പോൾ ആ കാര്യം കൂടെ ചെയ്യുക. സോ ടുഡേ വി ആർ സ്റ്റോപ്പിംഗ്. താങ്ക് യു.